ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ വിളി കേട്ട് യേശുവിൻ്റെ പിന്നാലെ അനേകർ ഇറങ്ങിത്തിരിക്കുന്നു. ശിഷ്ടമുള്ള അവരുടെ ജീവിതയാത്രയിൽ അവരുടെ സകല വഴികളിലും യേശു അവരെ സൂക്ഷിക്കുമെന്നും യേശു അവരെ കാത്ത് പരിപാലിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്താലാണ് അവർ ആ വിളി കേട്ടുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. പ്രാഥമിക ഘട്ടങ്ങളിൽ പലവിധമായ പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുന്നതായിട്ട് അവർക്ക് അനുഭവമാക്കുവാൻ കഴിയും. എന്നാൽ കാലം മുൻപോട്ട് പോകുമ്പോൾ അവർ നേരിടുന്ന പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഉടനടി അനുഭവമാക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. യേശു അവരെ കൈവിട്ടുവോ എന്നുള്ള സംശയം പോലും ഉണ്ടാകാറുണ്ട്. ഒരു കഴുകൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ പറക്കശീലം പഠിപ്പിക്കുന്നത് പോലെ തൻ്റെ പാതയിൽ തന്നെ അനുഗമിക്കുന്നവർക്ക് തന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഏത് വൈതരണികളെയും നേരിടുവാൻ തക്കതിരുവണ്ണമുള്ള പരിശീലനമാണ് യേശു നൽകുന്നതെന്നും ആ പരീക്ഷണത്തിൽ തകരുകയല്ല, പിന്നെയോ പ്രത്യാശയോടെ മുന്നേറുവാൻ കഴിയുമെന്ന് അവർക്ക് ആ സന്ദർഭങ്ങളിൽ ഓർക്കുവാൻ കഴിയാറില്ല. ഗലീല കടപ്പുറത്ത് വെച്ച് യേശു പത്രോസിനെയും അന്ത്രയാസിനെയും വിളിച്ചു, എന്നെ അനുഗമിക്കുക, ഫോളോ മീ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മറ്റൊന്നും അവർ ചിന്തിച്ചില്ല. അവർ യേശുവിനെ അനുഗമിച്ചു. യോഹന്നാനെയും യാക്കോബിനെയും വിളിച്ചു, അവരും പിന്നാലെ ചെന്നു. അവരുടെ വലയും അവരുടെ പിതാവിനെയും അവരുടേതായിട്ടുള്ള ജോലിക്കാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ യേശുവിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. യേശുവിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ യേശു തിരഞ്ഞെടുത്ത 12 പേര് യേശുവിനോടൊപ്പം സദാ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് യേശുവിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ടുകൊണ്ട് അന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ജനസമൂഹങ്ങളാണ് കർത്താവിന് ചുറ്റും കൂടിക്കൊണ്ടിരുന്നത്. നാം മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള യാത്രാ സൗകര്യങ്ങളില്ല, ഇതുപോലെ ഉച്ചഭാഷിണികളില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് യേശു ഇവിടെ പ്രവർത്തിക്കുന്നത്, അവൻ്റെ ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നത്. We find in the world today that many heed to the call of Jesus and follow Jesus. They are not assured about their safety, they are not assured about anything. They just hear the call and they follow, and they assume and they believe that the Lord will take care of them. Jesus will be with them throughout. There are no questions asked. They just simply follow. But in certain circumstances, they experience the absence of Jesus. When they call out, when they cry out, they don't experience the nearness of Jesus Christ. In those perilous moments, many a time, their faith becomes shattered. And they fail to recognize that it is because Jesus wants them to conquer such situations that He is sending them through. Because only if they are victorious, they can go forward in a mighty way. We see that Jesus called Peter and Andrew on the shores of the Sea of Galilee. Follow me, I will make you fishers of men. And He told James and John, follow me.
I'll make you fishers of men. They left their nets, they left their father, and they left their boat and servants, and they followed Jesus. So we find a band of 12 following Jesus. And mighty miracles were performed by Jesus. People thronged around him everywhere. വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കർത്താവിൻ്റെ അരികിലിരുന്ന ഒരു വലിയ ജനസമൂഹം, ഏതാണ്ട് 20,000 പേരുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ആകെയുള്ളത് 5 അപ്പവും 2 മീനുമാണ്. കർത്താവ് ആ 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് വാഴ്ത്തി, അത് ആ 20,000-ഓളം വരുന്ന, എന്ന് പറയുമ്പോൾ 5,000 പുരുഷന്മാരെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദശാസ്ത്രന്മാർ കണക്കാക്കുന്നത് അപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 20,000 പേരെങ്കിലും ആ സമൂഹത്തിലുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ജനക്കൂട്ടത്തിന് ഭക്ഷിച്ച് തൃപ്തരാകുവാനും 12 കൂട്ടം അധികമായിട്ട് അവശേഷിച്ചത് പെറുക്കിയെടുക്കുവാനും കഴിഞ്ഞ ഒരു മഹാത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ അവർ രാജാവാക്കുവാൻ ശ്രമിച്ചു. അവരുടെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് യേശു ജനങ്ങളെല്ലാം ശിഷ്യന്മാരെ കൊണ്ട് പറഞ്ഞയപ്പിച്ചു. എന്നിട്ട് ശിഷ്യന്മാരെ നിർബന്ധപൂർവം ആ കടലിൻ്റെ അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞു. സന്ധ്യയാണ്. എന്നിട്ട് താൻ ഏകനായി അവിടെയുള്ള മലയുടെ മുകളിലേക്ക് നടന്നുപോയി. ഗലീല കടൽ എന്ന് പേർ വിളിക്കുന്ന ആ തടാകം ഒരു തടാകമാണ്. ഗന്നസരത്ത് തടാകമെന്നും അതിന് പേരുണ്ട്. കടലെന്നാണ് പറയുന്നത്. ഒരു മുക്കവ ഗ്രാമമാണ് ഗലീല. അപ്പോൾ ഏതാണ്ട് 15 മൈലോളം വിസ്തീർണമുള്ള ഒരു തടാകമാണെങ്കിലും അതിന് കടലെന്നാണ് അവിടുത്തെ നാട്ടുകാർ വിശേഷം. അതാണ് ഗലീല കടലെന്ന് പറയുന്നത്. ഈ ഗലീല കടലിൻ്റെ ഒരു പ്രത്യേകത, അപ്രതീക്ഷിതമായി അവിചാരിതമായി ചുറ്റിയടിക്കുന്ന കൊടുങ്കാറ്റിലൂടെ ഉണ്ടാകാറുണ്ട്. യു സീ, ജീസസ് was performing great miracles. On one such occasion, he fed 20,000 people, multiplying the 5 loaves of bread and 2 pieces of fishes. That's all what was given into his hand. That was the only thing in the crowd. There were about 20,000 people. And we find Jesus feeding the 20,000 with that 5 loaves of bread and 2 pieces of fish. And the remains were collected in 12 baskets. Now after this, the people wanted to crown him as the king. And Jesus understood that, and he sends them all away, asked the disciples, send them away. And then he forces his disciples to cross the sea and go to the other side of the sea. And he sends them in a boat. It's evening time, and the Sea of Galilee is just a lake, about 15 miles in area. And Jesus went up to the mountain to pray. He was all alone. And we find 2 things here. One, the prayer life of Jesus. After performing such a mighty miracle, which was never seen before in history, and when the people were completely captured by his power as the Son of God, Jesus takes the very next moments to go and be with his Father, to pray. And he wanted all alone to be with the Father. And that's what he went alone to the mountains. And he sent the disciples away, forced them to go across. Now, the prayer life of Jesus should be a model to us here. Many a time, whenever God gives us great blessings, whenever he performs mighty miracles for you and me, how often we stop for a moment to thank God for that miracle? How often do we acknowledge that miracle? How often we thank the Almighty Lord for that miracle? Jesus finds time
sending them all away. Everything about the miracle is finished. He goes alone to be with his Father to thank him and to pray. This should be an example for us. വലിയൊരു അത്ഭുതം പ്രവർത്തിച്ച് ചരിത്രത്തിൽ അതുവരെയും ഇല്ലാത്ത ആ വലിയ മഹാത്ഭുതം അനുഭവമാക്കി കഴിഞ്ഞ ശേഷം അവൻ തനിച്ച് ഏകനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് മലമുകളിലേക്ക്. ശിഷ്യന്മാരെ ഗെനസറത്ത് തടാകത്തിലേക്ക് വിട്ടു, ഗലീലക്കടലിലേക്ക് വിട്ടു. ചില നാഴികകൾ കഴിഞ്ഞപ്പോൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പടക് ആ കടലിൻ്റെ മധ്യത്തിലായി. ചുറ്റടിക്കുന്ന അതിഭയങ്കരമായ കൊടുങ്കാറ്റ് പെട്ടെന്ന് പുറപ്പെട്ടു. ഈ പടക് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായി. യേശുക്രിസ്തു അവിടെ സമീപത്തെങ്ങുമില്ല. യേശുക്രിസ്തുവാണ് ഇവരെ ഈ കടലിലേക്ക് ഇറക്കി വിട്ടത്. അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചത്. അവർക്ക് പോകാൻ മനസ്സിലായിരുന്നു. അവരെ പടകിൽ കയറ്റി വിട്ടിട്ട് യേശുക്രിസ്തു മാറിപ്പോയി, മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. അർദ്ധരാത്രിക്ക് കൊടുങ്കൂരിരുട്ടിൽ ആർത്തിരമ്പുന്ന തിരമാലകൾ വന്ന് ഈ പടകിനെ മുക്കുവാൻ പോകുമ്പോൾ ഇവർ തണ്ട് വലിച്ച് കൈകൾ കുഴഞ്ഞ അവസ്ഥയിലായി. മുൻപോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ല. യേശുക്രിസ്തുവിനെ വിളിച്ചാൽ കിട്ടുകയില്ല. 5 മൈൽ ദൂരത്തിൽ എങ്ങനെ വിളിക്കുവാൻ കഴിയും? യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എങ്ങനെ ചെല്ലുവാൻ കഴിയും? യേശുക്രിസ്തുവിന് എങ്ങനെ ഇവരുടെ അടുത്തിലേക്ക് വരുവാൻ കഴിയും? ഒന്നും സാധ്യമല്ല. അസാധ്യമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. We find a situation of impossibilities. It was impossible for Jesus to reach them because they were all rowing and they are tired, and storm was so great that the waves were completely striking the boat and it's almost going to be sunk. It was almost sinking. And these 12, they were rowing and rowing and rowing to keep the boat afloat. They cannot call Jesus, they cannot reach Jesus because they are in the middle of the sea and Jesus is at least 5 miles away. They are helpless. Probably they must have thought this is their end. That's the end. They heard the call of Jesus, followed him, and now Jesus asked them to go across the sea. And in the process, they are in the middle of the sea, he about to sink. And that's the end of the call. But you see, in the 4th watch, somebody walking over the sea. എല്ലാ ആശകളും തകർന്നപ്പോൾ, എല്ലാ പ്രതീക്ഷകളും ഉടഞ്ഞു പോയപ്പോൾ, അതാ രാത്രിയുടെ 4-ാം യാമത്തിൽ കൂരിരുട്ടിൽ യേശു കടലിൻ്റെ മീതെ അവരുടെ ഇടത്തിലേക്ക് നടന്നു വരികയാണ്. അവർ ഭയന്നു. കാരണം അന്നത്തെ അവിടുത്തെ ചുറ്റുപാടുള്ളവരുടെ വിശ്വാസത്തിൽ ഈ ഗലീല കടലിൽ ഒരുപാട് ഭൂതങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്രകാരം രാത്രിയുടെ യാമത്തിൽ ഇരുട്ടിൽ കടന്നു വരുന്ന ഒരു ഭൂതമാണെന്ന് വിചാരിച്ച് അവർ നിലവിളിച്ചു. യേശു പറയാണ്, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. കൊടുങ്കാറ്റാഞ്ഞടിക്കുകയാണ്, തിരമാലകൾ പടകിനെ മുക്കാൻ പോവുകയാണ്. അതിൻ്റെ നടുവിലൂടെ ആ തിരമാലകളുടെ മുകളിൽ കൂടെ യേശു നടക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം യെരുശലേമിൽ പോയിട്ടുണ്ട്. ഈ ഗലീലക്കടലിലൂടെ ജീസസ് ബോട്ട് എന്ന് പറയുന്ന ബോട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യും എപ്പോഴും. അപ്പോഴൊക്കെ യേശു നടന്ന ആ വെള്ളങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. കാരണം അന്നത്തെ വെള്ളമാണ് ഇന്നും ഉള്ളത്. ആ കടൽ ഇന്നും അതുപോലെ തന്നെ അവിടെയുണ്ട്. യേശു കാറ്റിനെ പിളർന്നുകൊണ്ട് കടലിന് മീതെ നടക്കുകയാണ്. ഭയപ്പെടാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്. അതെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നടന്ന് നിൻ്റെ അടുക്കൽ വരേണ്ടതിനെ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ സംശയത്തിൻ്റെ ഒരു അംശമുണ്ട്. നീ കർത്താവാകുന്നുവെങ്കിൽ പത്രോസിന് വിശ്വാസമുണ്ട്. കർത്താവ് കൽപ്പിച്ചാൽ പത്രോസിനും യേശുവിനെ പോലെ വെള്ളത്തിന്മീതെ നടക്കുവാൻ കഴിയും. പത്രോസ് എല്ലാത്തിനും മുൻപ് നിൽക്കുന്നവനാണ്. മറ്റാരും ചോദിക്കുന്നതിന് മുമ്പേ അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, നീ ആകുന്നുവെങ്കിൽ ഞാൻ ഈ വെള്ളത്തിന്മീതെ നടക്കുവാൻ തക്കവണ്ണം നീ അത് കൽപ്പിക്കണം. ശരി, വരിക. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ 4 കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒന്നാമതായിട്ട് യേശുവാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം.
അതിന് പത്രോസ് മുന്നമേ പറയും, നീ ആകുന്നുവെങ്കിൽ എന്നോട് വരാൻ കൽപ്പിക്കണം. യേശു പറഞ്ഞു, വരിക. എന്നാലും യേശുവാണോ പറഞ്ഞതെന്ന് എങ്ങനെ അറിയാം? കാരണം യേശു നിൽക്കുന്നത് പടകിനടുത്തല്ല, പടകിന് ദൂരത്താണ്. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ തക്കവണ്ണം പത്രോസ് ചോദിക്കുന്നത്. യേശുവിനെ കാണാം, പക്ഷേ യേശുവാണെന്ന് വ്യക്തതയില്ല. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ അവനായിരിക്കുന്ന പടകിൽ നിന്ന് ഇറങ്ങണം. ഒന്നാമതായിട്ട് അവനായിരിക്കുന്ന പടകിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവൻ്റെ കൂടെയുള്ളവരോട് അവൻ യാത്ര പറയണം. എന്തും സംഭവിക്കാം. പടകിൽ നിന്ന് വെള്ളത്തിലിറങ്ങിയത് യേശു അല്ലെങ്കിൽ അവൻ എത്ര വലിയ മുക്കവനായിരുന്നാലും ആ ഗലീലാക്കടലിൻ്റെ നടുവിലേക്ക് അവൻ താണു പോകുന്ന അവസ്ഥയാണ്. So Peter asked Jesus, if it is you, let me walk and come to you. And he said, come. So Peter wanted to also walk on the waters like Jesus. He wanted to go to Jesus. Jesus is far away. But to reach Jesus, he should have immense faith. Because it can be anybody, you know. Jesus is far away, not near. So Peter believed. And believing is not sufficient, action is required. We find Peter stepping out of the boat. He makes the first step in faith. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ചുവടെടുത്ത് വെക്കണം. അവൻ പടകിൽ നിന്ന് കടലിലേക്കാണ് ചുവട് വെക്കുന്നത്. ഈ കടലിൽ മുങ്ങിപ്പോകുവാൻ സർവമാന സാധ്യതകളുണ്ട്. കാരണം യേശു അല്ലെങ്കിൽ അവൻ കീഴെ മുങ്ങിപ്പോകും. മാത്രമല്ല തൻ്റെ കൂടെയുള്ളവരോടൊക്കെ യാത്ര പറയണം. He has to bid goodbye to the people who are there, because nobody knows what is going to happen, and all the other 11 are keeping silent. They do not know what is going to happen. Peter, in the spur of the moment, he just went out. He was looking at Jesus. You see, Jesus is standing there. He is not walking. You see, he was standing on the sea, amidst the waves and the storm. വരിക വന്നു. അപ്പോൾ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലണമെങ്കിൽ അവൻ്റെ പടകിനെ ഉപേക്ഷിക്കണം, അവൻ്റെ സ്നേഹിതരെ ഉപേക്ഷിക്കണം. മാത്രമല്ല യേശുവിനെ മാത്രം നോക്കണം. മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ സ്ഥാനങ്ങളിലേക്കോ നോക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ പത്രോസ് ഇറങ്ങി കടലിൽ താണില്ല, ചുവടുകൾ മുന്നോട്ട് വെച്ചു, യേശുവിനെ നോക്കിക്കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് 1-2 ചുവടുകൾ വെച്ചപ്പോഴാണ് പെട്ടെന്ന് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ബോധം അവനുണ്ടായി. 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ അവൻ കാറ്റ് കണ്ടു ഭയന്ന് മുങ്ങുവാൻ തുടങ്ങി. അതുവരെ അവൻ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. 1-2 ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ ചുറ്റുപാട് വാഞ്ഞടിക്കുന്ന കാറ്റ്, ഭയാനകമായ ശബ്ദം. കാറ്റടിക്കുമ്പോൾ വലിയ ശബ്ദമാണ്. തിരമാലകളിങ്ങനെ മേളിൽ പൊങ്ങുന്നത് അറിയുകയാണ്. അപ്പോൾ അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അവന് ബോധ്യമായി. അയ്യോ, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ കടലിലാണ്, ചുറ്റുപാടും ഭയങ്കരമായ കാറ്റാഞ്ഞടിക്കുകയാണ്. അവൻ ചുറ്റുപാടും നോക്കി. യേശുവിൻ്റെ മുഖത്തേക്കുള്ള അവൻ്റെ നോട്ടം മാറിപ്പോയി. അവൻ നാലുചുറ്റും നോക്കിയപ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്, കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്. അവൻ ഭയപ്പെട്ടു. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. യേശുവിൽ നിന്നുകൊണ്ട് ദൃഷ്ടിയെ മാറി. ഓടിച്ചെന്ന് തിരിച്ച് പടകിൽ കയറുവാൻ സാധ്യമല്ല. കാരണം അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട മാത്രയിൽ അവൻ താഴുകയാണ്. അവൻ മുങ്ങുവാൻ തുടങ്ങി. ഈ മുങ്ങുവാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇഞ്ചിഞ്ചായിട്ടല്ല മുങ്ങുന്നത്, പടോന്ന് കീഴ്പോട്ടങ്ങ് മുങ്ങുകയാണ്. പെട്ടെന്ന് മുങ്ങുവാൻ തുടങ്ങിയെന്ന് നാം വിചാരിക്കുന്നത് പതുക്കെ ഒരു 5-8 മിനിറ്റ് കൊണ്ട് പതുക്കെ വെള്ളത്തിൽ ഇഞ്ചിഞ്ചായിട്ട് താഴുകയാണ്. അല്ല, മുങ്ങാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ മുങ്ങി. പത്രോസ് ആ ഗ്രാമത്തിൽ ആ കടലിൻ്റെ ചുറ്റുപാട് വളർന്നവനാണ്. വി ഫൈൻഡ് പീറ്റർ സ്റ്റെപ്പിംഗ് ഔട്ട്
walking towards Jesus. He has taken a few steps, all right. But then suddenly, he looked around. His eyes went around and saw the great storm that was raging. And he was afraid because his eyes were on the storm rather than Jesus. And he began to sink. And sinking in a sea is not a slow process. Suddenly you go down. And I just want to point out certain things what Peter did not do at that very moment. ഇപ്രകാരം ഒരു പ്രതിസന്ധിയിൽ പത്രോസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഒരു കടൽ മുക്കനായ പത്രോസിന് നീന്തി അവിടുന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചില്ല. He didn't try to swim ashore. And secondly, he never called upon his friends to save him. സ്നേഹിതന്മാർ പടകിൽ തന്നെ ഉണ്ട്. പടകിനടുത്തുനിന്ന് ചില ചുവടുകളെ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. നിലവിളിക്കുകയാണ്, ഓടിവായോ ഓടിവായോ എന്നെ രക്ഷിക്കോ. ഇല്ല, അപ്രകാരം അവൻ തൻ്റെ സ്നേഹിതരെ വിളിച്ചില്ല. മൂന്നാമതായിട്ട്, എല്ലാം ഇവിടെ തീർന്നു എന്നുള്ള ആ വലിയ നിരാശ അത് അവനുണ്ടായില്ല. അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. സാധാരണഗതിയിൽ ഇപ്രകാരമുള്ള പരീക്ഷകളെ നേരിടുമ്പോൾ അവനവൻ്റെ സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ച് അതിന് രക്ഷപ്പെടുവാൻ ശ്രമിക്കും. When we confront such situations in our lives, in such trials, we try to use our resources and our intellect to come out of the crisis. Peter, being a fisherman, he knew very well how to swim. And he knew the Sea of Galilee very well. But he never tried to swim and escape the situation. He was going down. Secondly, he didn't call his friends for help, because he knew that the helps are no use at that situation. And thirdly, he never lost his hope. In such situations, nobody can save. Jesus is far away. Jesus is not near him. Jesus is far. So everything is finished. You see, you just go down and you come up, you go down and come up, and the third time you are down forever. But what did he do? He called upon Jesus. അവൻ ഇത് മൂന്നും ചെയ്യാതെ അവനൊരു കാര്യം ചെയ്തു. അവൻ യേശുവിനെ വിളിച്ചു. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അതെ, കർത്താവേ, എന്നെ രക്ഷിക്കണം. അവനറിയാം, അവൻ ഇറങ്ങിത്തിരിച്ചത് യേശുവിൻ്റെ വിളി കേട്ടാണ്. എന്നീ പടകിൽ നിന്നിറങ്ങിയത് യേശുവിൽ നിന്ന് വിശ്വസിച്ചിട്ടാണ്. അവന് 2-3 ചുവട് വെള്ളത്തിന്മേൽ നടന്നത് യേശുവിൻ്റേതായിട്ടുള്ള ആ വലിയ കരങ്ങൾ താങ്ങിയിട്ടാണ്. യേശുവിൻ്റെ മുഖത്തു നിന്ന് അവൻ്റെ നോട്ടം മാറിപ്പോയപ്പോൾ അതെ, അവന് താഴുവാൻ തുടങ്ങി. അവൻ്റെ തെറ്റെന്താണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ്റെ കഴിവുകൊണ്ട് രക്ഷപ്പെടുവാനല്ല, യേശുവിന് മാത്രമേ അവനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് അവന് ഉറപ്പായിട്ട് അറിയാമായിരുന്നു. അവൻ യേശുവിനോട് നിലവിളിച്ചു, എന്നെ രക്ഷിക്കണമേ. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ യാത്രയിൽ ഇങ്ങനെയുള്ള സമാന സാഹചര്യങ്ങൾ പലപ്പോഴും നാം തന്നെത്താനെ നമ്മുടെ കഴിവും ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കും. നമ്മുടേതായിട്ടുള്ള കഴിവുകൾ മാത്രമല്ല, നമ്മുടെ സ്നേഹിതരുടെ കഴിവുകൾ ഉപയുക്തമാക്കാൻ ശ്രമിക്കും. ലോകത്തിൻ്റേതായിട്ടുള്ള സഹായങ്ങൾ തേടുവാൻ നാം ശ്രമിക്കും. അവയൊന്നും ലഭിക്കാതെ വരുമ്പോൾ നിരാശയിൽ നാം താണു പോകും. എന്നാൽ ഈ 3 കാര്യങ്ങൾ പത്രോസ് ചെയ്തില്ല. കർത്താവ് അവനോട് ചോദിക്കുകയാണ്, അല്പവിശ്വാസം, നീ എന്തിനു സംശയിച്ചു? നീ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു. ഒരു പരീക്ഷയുടെ മുഖത്ത് എന്തുകൊണ്ട് നീ അവിശ്വസിച്ചു? Why did you disbelieve? You have little faith. അല്പവിശ്വാസി. കൈനീട്ടി അവനെ പിടിച്ചു. ദൂരെയാണ്, പക്ഷേ യേശുവിൻ്റെ കൈ അവനായിരിക്കുന്ന സ്ഥാനത്തേക്ക് ചെന്നു. അവനെ കരം പിടിച്ചു. എന്നിട്ട് പത്രോസ് യേശുവുമായിട്ട് നടന്ന് പടകിലെത്തി. പടകിൽ കയറി, കാറ്റ് നിന്നു, കടൽ ശാന്തമായി. അവർ ക്ഷണത്തിലെത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ യാത്രയിൽ ഇപ്രകാരം ആർത്തിരമ്പുന്ന കൊടുങ്കാറ്റുകളും നമ്മളെ മുക്കിക്കളയുന്ന തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ നമ്മളെ വിളിച്ച കർത്താവിനെ നാം വിളിക്കണം. നാം ആരുടെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചുവോ ആ യേശുവിൻ്റെ വിളിയെ ഓർത്ത് യേശുവിനെ നാം തിരിച്ചു വിളിക്കുമ്പോൾ
യേശുവെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുമ്പോൾ അവൻ തൻ്റെ കരം നീട്ടി നമ്മളെ രക്ഷിക്കും. ഈ ലോകമാകുന്ന കടലിൽ, ലോകമാകുന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും കൊടുങ്കാറ്റുകളുടെ നടുവിൽ താണുപോകുവാൻ അവൻ തൻ്റെ വിശ്വാസികളെ സമ്മതിക്കുകയില്ല. തൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ഭക്തന്മാരെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൊടുങ്കാറ്റുകളുടെ നടുവിൽ ലോകത്തിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ മുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അല്ല, പ്രത്യുത യേശുവിനുള്ള അമിത ബലം കൊണ്ട് അവനെ വിളിക്കുമ്പോൾ, കാരണം നാം അവൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണ്, അവൻ കരം പിടിച്ച് നമ്മെ നടത്തുമെന്ന് മാത്രമല്ല, ഈ കടൽ മീതെ നടത്തി നമ്മെ പടകിലെത്തിച്ച് ശുഭതയുടെ മുഖത്തേക്ക് നമ്മെ നയിക്കും. അപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, അവിടുത്തെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അടിയങ്ങൾക്ക് പലപ്പോഴും കാറ്റിനെയും കൊടുങ്കാറ്റുകളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെയൊക്കെയും പതറാതെ യേശുവിനെ വിളിച്ചുകൊണ്ട്, ഞങ്ങളെ വിളിച്ച അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങയെ വിളിച്ചുകൊണ്ട്, അവിടുത്തെ ഹല്ലേലൂയ കർത്താവേ കരങ്ങളാൽ നയിക്കപ്പെട്ട് ശുഭതയുടെ തുറമുഖത്തെത്തുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എപ്പാർപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.